കാറ്റത്തെ കിളിക്കൂടുന്ന ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് സുധീഷും സുഭാഷും എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റേജിൽ നിൽക്കുകയാണ്. സുഭാഷ് എല്ലാവരോടും ആഹാരം കഴിക്കാനായി പറഞ്ഞു. ഇത് കേട്ട് നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ആഹാരം കഴിക്കാനല്ല വന്നത്, പെണ്ണെവിടെ സുഭാഷ് എന്ന ചോദ്യത്തിന് സുഭാഷിൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ നാട്ടുകാർക്ക് ഡൗട്ട് അടിക്കാൻ തുടങ്ങി. പലരും ചിരിക്കാനും തുടങ്ങി. ഇതേ സമയം നമ്മുടെ നിധി സ്റ്റേജിലോട്ട് നടന്നു വന്നു. നിധിയെ കണ്ടപ്പോൾ സുഭാഷിൻ്റെ കണ്ണ് നിറഞ്ഞു. അമ്മായിയുടെയും വല്യച്ഛൻ്റെയും മുഖഭാവം മാറിപ്പോയി. അവർ വിചാരിച്ചത് നിധി വരത്തില്ലെന്നായിരുന്നല്ലോ. പിന്നെ ക്യാമറമാൻ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് നിധിക്ക് ദേഷ്യവും സങ്കടവും അടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇതേ സമയം നമ്മുടെ സുനന്ദ സ്വപ്നലോകത്തായിരുന്നു. സുഭാഷും സുനന്ദയും സ്റ്റേജിൽ നിൽക്കുന്നതൊക്കെ സുനന്ദ സ്വപ്നം കാണുകയായിരുന്നു. സുനന്ദയുടെ ഈ നിപ്പ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ അമ്മായിക്ക് കാര്യം മനസ്സിലായി. നമ്മുടെ സുനന്ദയെ ഓട്ടിച്ചു വിടുന്നുണ്ട്. വല്യച്ഛനോട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ സുനന്ദയ്ക്ക് ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണമെന്ന്. കാരണം സുനന്ദ എപ്പോഴും ഈ വീട്ടിലാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സുധീഷിൻ്റെ അച്ഛൻ വരുന്നുണ്ട്. നിധിക്കും സുധീഷിനുമായിട്ട് പൂമാല കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ കൈമാറാൻ പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ സുഭാഷ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. നിധിക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റുന്നില്ല. പൂമാല ഇട്ടതിന് ശേഷം അടുത്തത് കൊണ്ടുവന്നത് താലിയായിരുന്നു. താലിയിടാൻ ആദ്യം നമ്മുടെ സുധീഷ് കുറച്ച് പകച്ച് നിന്നെങ്കിലും പെട്ടെന്ന് തന്നെ താലിയും ഇട്ടു. ഇത് കണ്ട് നിധിക്ക് ദേഷ്യവും സങ്കടവും അടക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ട് സുഭാഷിനും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ വല്യച്ഛനും അമ്മായിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സുഭാഷ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ കുട്ടിയെ സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. ഈ കല്യാണം എങ്ങനെ നടന്നാലും ഇനി ആ കുട്ടിക്ക് ഇവിടം വിട്ട് പോകാൻ തോന്നരുതേ. എൻ്റെ അനിയൻ്റെ ഭാര്യയെ, ഞങ്ങളുടെ സഹോദരിയായി ആ കുട്ടി എന്നും ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് സുധീഷ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് സുധീഷിൻ്റെ വല്യച്ഛൻ മദ്യപിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോഴേക്കും സുധീഷിൻ്റെ അച്ഛൻ വന്ന് കുറേ കളിയാക്കുന്നുണ്ട്. ഞാൻ ഇയാളുടെ അത്രയും വൃത്തികെട്ടവനല്ലാത്തതുകൊണ്ട് ഓസിനടിക്കാതെ ഇറങ്ങിപ്പോടാ എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. നമ്മുടെ സുധീഷിൻ്റെ അച്ഛൻ നല്ല രീതിയിലാക്കുന്നുണ്ട് വല്യച്ഛനെ. ബിരിയാണിയും കൂടി കഴിച്ചിട്ട് പോയാൽ മതിയേ എന്നും നമ്മുടെ സുധീഷിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. സുധീഷിനെ നിധിയും തകർത്ത് വെച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ സുധീഷിൻ്റെ അച്ഛൻ കയറി വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് എപ്പിസോഡ് അവസാനിക്കുന്നു.